ശിവ ഞാൻ വർക്കേരിയുടെ ബാക്കിലൊന്ന് പോയി നോക്കുവോ? ചേച്ചി ഒന്നുമില്ല, കയ്യും കാലൊക്കെ തളരണ പോലെ. ചേച്ചി കുഴപ്പമൊന്നുമില്ല, പേടിക്കാണ്ടിരിക്കും. എടി എനിക്കൊന്നും കുഴപ്പമില്ല, നീ ആദ്യം പോയി നോക്കുവോ? ദൈവമേ, കൊച്ചിത് എവിടെ പോയി കിടക്കാണ്? അയ്യോ അമ്മ. ഹലോ ആമേ. ഇല്ല, ഞാനേ അടുക്കളയിൽ കുറച്ച് പണിയിലായിരുന്നു. പാറുവിനെ ശിവ ഇപ്പൊ പുറത്തോട്ട് കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇല്ലമ്മേ ഞാനിപ്പോ അടുക്കളയിൽ കുറച്ച് തിരക്കില്ല, ഞാൻ വിളിക്കാം. അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അമ്മേനെ വിളിച്ച് സംസാരിപ്പിക്കാം. എന്റെ അമ്മ 100 കൂട്ടം ജോലി എടുക്കണം, അമ്മ ഒന്ന് വെക്ക്. ചേച്ചി ചടങ്ങില്ല ചേച്ചി? ഇല്ലേ? ഇല്ല. കരയാണ്ടിരിക്കേച്ചി, അവളെങ്ങോട്ടും പോവില്ല, കരയല്ലേ. ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കും. കരയല്ലേ പ്ലീസ് പ്ലീസ്. ആ കൊച്ചിനെ നോക്കാൻ പോയി കേശവനും ചേട്ടൻ കാണാനില്ലല്ലോ. ഇവിടെ ഇരുന്നിട്ട് കാര്യമല്ലോ, ഭയ എനിക്ക് നമുക്ക് അവരെ പോയി തപ്പാം. കരയല്ലേ? അവിടെ ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യും ചേട്ടാ? ചേട്ടാ നമ്മളിനി ഇവിടെ ഇങ്ങനെ കയറുന്നത് ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അച്ഛനമ്മയെ വിളിച്ചു പറയാട്ടാ. അത് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാണ്. ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് വാഴക്കാലോട്ട് വഴിയില്ലേ, നമുക്ക് വഴിയിൽ നടന്നു നോക്കാം. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലാ. അവൾ അങ്ങനെ നടന്നു പോവും? പറയാൻ പറ്റില്ല, അവളുടെ കാര്യമല്ലേ. ആണോ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം. നവാസങ്ങൾ ഇപ്പോഴും ജംഗ്ഷനിൽ ഉണ്ടാവില്ലേ, അങ്കിളൊന്ന് വിളിച്ചോ, അവിടെ എവിടെയെങ്കിലും കണ്ടോ, നൈസായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ വിളിക്കാം. നവാസങ്ങളെ ഞാനല്ല, ലച്ചുവാ. ഇല്ല അച്ഛനും അമ്മ എത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെ വരുള്ളൂ. ഇല്ല, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എൻ്റെ അങ്ങള് ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. അങ്ങള് ജംഗ്ഷനിലുണ്ടോ? ഇല്ലേ, പണിസ്ഥലത്താ? ആണോ? ഓക്കെ, അങ്ങനെ ശരി, ഞാൻ വിളിക്കാം. ഇല്ല, എനിക്ക് ജംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു ഓട്ടോ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. എന്നെ അങ്ങള് ജോലി ചെയ്തെനിക്ക്, ഞാൻ ഇപ്പൊ പോണില്ല, ഞാൻ വിളിച്ചോളാം. ശരി. പണി സൈറ്റിലാണോ? ആടാ, അതിന് ചൂടാവണം എന്തിനാ? ഒരാൾ സംസാരിച്ചോണ്ടേ. ഞാൻ പറയണേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ ഇല്ലെങ്കിൽ, ആ വഴിയിൽ ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിൽ ഫസ്റ്റ് അറിയിക്കണം, അതാണ് സേഫ്. എങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാ? അങ്ങനെ ഒന്നുമില്ല, ഞാൻ പറയട്ടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ. എല്ലാരും കൂടി എങ്ങനെ പറഞ്ഞ എന്നെ കൂടി ബോധം കെടുത്തല്ലേ. ഇല്ലേട്ടാ, നമുക്കെന്നാ പോയി നോക്കാം, വഴി പോയി നോക്കാം. പോയി നോക്കി, എനിക്ക് അനങ്ങാൻ പറ്റില്ല. എന്താ? നിങ്ങള് പോയി നോക്കിട്ട് വാ. നീ എന്തിനടി കരയണ? എന്തിന്? പാറിന് കുഴപ്പമൊന്നും പറ്റില്ല, നീ വാ. വാടി എല്ലാം കൂടി സംസാരിച്ച് പെട്ടെന്ന് വാടി. ചേച്ചി വായിച്ച് എന്തോന്ന് കാണിക്കണം, കഷ്ടം. പരിപാടി കാണിക്കണത് ചോദിക്കാതെ പറയാനാണ് കൊച്ചിനെ എടുത്തോണ്ട് പോണത്. അങ്ങളെ കൊണ്ട് പറയാനൊരു കഷ്ടമില്ല, അങ്ങളെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാക്കിയല്ലേ. അങ്ങളെ എന്ന് ഞങ്ങൾക്ക് ടെൻഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അച്ഛനെ കൊണ്ടേ കുടിപ്പിക്കും, അച്ഛന്റെ പൈസ അടിച്ചു മാറ്റും. ഞങ്ങളെ പറ്റി ഇവിടെ അപവാദം പറഞ്ഞു കൊടുത്തു. ഇതിന് പേര് ഞങ്ങളെ കൊല്ലടാ. ഞാൻ കൊല്ലടാ. നിനക്കകത്ത് എത്ര വിവരം? കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഭയങ്കര അഹങ്കാരമാണ് ലച്ചു. അങ്ങനെ എന്നെ എന്തുവാണെങ്കിലും പറഞ്ഞു മേലാണ് പറഞ്ഞാട്ടല്ലോ. നിനക്ക് എത്ര വിവരം ഉണ്ടടാ? എടാ, ഈ കൊച്ച് ഇത്രയും പേര് ജാതക്കുള്ള ആളെ അകത്തോണ്ടല്ലടാ. ഈ കൊച്ച് റോട്ടി ഇറങ്ങിയിട്ട് യാമനെങ്കിലും ഒരുത്ത് ഇറങ്ങി നോക്കിയാടാ. എടാ നോക്കിയാ? നീ നോക്കിയില്ലല്ല. ഞാൻ വന്നപ്പോ കൊച്ചു അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു, അറിയാമോ? നീര് വരട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാല്ല. എടാ നിനക്കൊന്ന് കൊച്ചിനെ നോക്കാൻ വയ്യടാ. എടാ വഴി കൂടെ പോണ യാവനെങ്കിലും കൊച്ചിനെ എടുത്തോണ്ട് പോയെങ്കിൽ ആര് സമാനം പറയും? അഹങ്കാരി പുറത്ത് തനി ഇറങ്ങി പറഞ്ഞാണ്. കൊച്ചെന്നടാ, അത് കൊച്ചു തന്നെടാ. എടാ അത് പല ആവശ്യവും പറയും. നമ്മൾ ഐസ്ക്രീം എന്താ വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കണം. അതിലെ നമ്മളെ ജോലി വലിയവരെ തന്നെ. കയറി പോ, എന്റെ കണ്ണു കയറി പോടാ. ഒരു കാര്യം
അമ്മയടുത്ത് പറയരുത്, ദൈവത്തെ ഓർത്ത്. ഏ അമ്മയടുത്ത് പറയരുത്. ഞാനോ ഇട്ടു, നീ വാ. എന്തിന് വടികളാ പാടാ. കൊച്ചിനെ എല്ലാത്തിനും കറക്റ്റാ കൊടുക്കാൻ പറ്റി. മറ്റവൻ മൂത്തവൻ കയ്യിലായി, ഇളയത് പാറു, ശിവ, ലച്ചു, യേശു. അതിനെയും കൂടെ കയ്യിലെടുത്തിട്ട് ഒരു കളി കളിക്കേ. എൻ്റെ ബാലു